ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റിൽ അതിജീവനം സീരീസുമായിട്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു വില്ലേജ് ബ്രീഡർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ബ്രീഡർ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് അയൺ ഫാർമൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിന്ന് പണി തുടങ്ങാം. അതിനു മുമ്പ് ബ്രീഡർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യം വരും. കാരണം വില്ലേജ് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് സീഡൊക്കെ നേരത്തെ കരുതി വെച്ചേക്കാം. ഓക്കെ, നമ്മൾ ബ്രീഡർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രീഡറിൻ്റെ പണി തന്നെ തുടങ്ങാം. അപ്പോൾ ബ്രീഡർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം കയ്യിലെടുക്കാം. ഓക്കെ, എല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയായി. അപ്പോൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ തന്നെ പണി തുടങ്ങാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ബെഡ് എടുത്ത് കിടന്നുറങ്ങാം. ഇതൊരു സിമ്പിൾ അയൺ ഫാർമല്ല, വില്ലേജ് ബ്രീഡറാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് ഫുഡിൻ്റെ ആവശ്യം വരും. ഫുഡല്ല, ക്യാരറ്റോ വൈക്കോലോ അങ്ങനെ എന്തെങ്കിലും കുറേ ആവശ്യം വരും. കാരണം ഇവന്മാർക്ക് നമ്മളത് കൊടുത്തിട്ട് വേണം അവന്മാർ ബേബി വില്ലേജ് തന്നെ ഉണ്ടാക്കത്തുള്ളൂ. ഇവിടെ കുറച്ച് സോംബി വരുന്നുണ്ട്, ഞങ്ങൾ വിളിക്കില്ല ഗൈസ്. ഇവൻ്റെ ഒരു സ്പീറുണ്ട്, ഇത് വെച്ച് നമ്മൾ സ്പീറല്ല, ഈ കുന്തം അവൻ ചത്തു. കുന്തം അവൻ തന്നില്ല, സാരമില്ല, കുറച്ചുകൂടി ഫുഡ് കിട്ടി ഗൈസ്. ഒരു പട്ടിക്കുട്ടി, നമുക്ക് ആ പട്ടിക്കുട്ടിയെ നമ്മൾ പെറ്റാക്കിയാലോ. എൻ്റെ കയ്യിൽ ബോണും ഉണ്ട്, പിന്നെ കാണാൻ കൊള്ളാലോ. പെറ്റാക്കിയാലോ ഗൈസ്, പെറ്റാക്കാം. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് പെറ്റാണ് ഇവൻ എന്താ പേരിടണമെന്ന് നിങ്ങൾ പറഞ്ഞോ. കാണാൻ കൊള്ളാലോ ഗൈസ്. ഓക്കെ, ഇവൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോയിൽ ആ പേര് നിങ്ങൾ പറയണ പേരിടുന്ന എനിക്ക്. ഇവൻ കൊള്ളാം. അപ്പോൾ ഇവൻ നമ്മുടെ പുറകിൽ വന്നാണ്. ഓക്കെ, നമുക്കങ്ങനെ ഒരു പെറ്റിനെയും കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് വില്ലേജിൻ്റെ ബ്രീഡറിൻ്റെ പണി നോക്കാം. അപ്പോൾ ഇനി ബ്രീഡറിൻ്റെ പണി നോക്കാം. നമ്മുടെ പെറ്റിനെയും കൊണ്ട് ബ്രീഡർ ഉണ്ടാക്കാൻ പോകാം. ഞാൻ എന്തായാലും ബേസിൻ്റെ ദൂരേക്കാണ് ബ്രീഡർ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ബേസിൻ്റെ അടുത്തിരുന്ന് നമ്മുടെ ബെഡുമായിട്ട് ലിങ്ക് ആവുകയും ചെയ്യും. മാത്രമല്ല ലാഗാകാനും സാധ്യതയുണ്ട്. നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ടുണ്ടാക്കാം. ബേസിൽ നിന്ന് ഒരുവിധം ദൂരെയാണ്. പിന്നീട് നമുക്ക് പൊളിച്ചു മാറ്റി വേറെ സ്ഥലത്തേക്ക് പണിയാം. അപ്പോൾ ഇവിടെ ഒന്ന് നിരപ്പാക്കി എടുക്കാം. ഈ ബ്ലോക്കെല്ലാം ഒന്ന് വെട്ടി മാറ്റി. ഓക്കെ, ഷവല് കയ്യിലുണ്ട് ഭാഗത്തിന്. ഓക്കെ, നമ്മുടെ പെറ്റ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. എൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, മണ്ണെല്ലാം നമുക്കൊന്ന് വെട്ടി മാറ്റി നിരപ്പാക്കണം. എന്നിട്ട് ഇവിടെ വേണം ബ്രീഡർ ഉണ്ടാക്കി വയ്ക്കാൻ. ഓക്കെ, ഇവൻ നമ്മുടെ പുറകെ തന്നെ അവിടെ ഇരുന്ന് നമ്മുടെ പുറകെ തന്നെ നടക്കില്ലെങ്കിൽ. ഓക്കെ, ഇതെല്ലാം നമുക്ക് വെട്ടി മാറ്റണം. ആ സമയം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, ലൈക്കും ചെയ്യണം. ഓക്കെ, ഇവിടെ എല്ലാം ഞാൻ നിരപ്പാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബ്രീഡർ പണിയാം. ഏകദേശം ഇവിടെയായിട്ട് നമുക്ക് പണിയാം ഗൈസ്. ഇവിടെ ഒരു 3 ബ്ലോക്ക് നീളത്തിൽ 3 ബ്ലോക്ക് വീതിയിലും ഒരു ബേസ് ഉണ്ടാക്കണം. ഇവൻ ഇടയ്ക്ക് കയറി വന്ന് വെക്കുക. ഓക്കെ, അതുണ്ടാക്കി. ഇനി ഇതിൻ്റെ മേളിൽ നമ്മളൊരു 3 ബെഡ് വെക്കണം. അതിനുശേഷം താഴെയും അതേപോലെ ഒരു 3 ബെഡും കൂടി വെക്കണം. ഓക്കെ, ആവശ്യമുള്ള ബെഡെല്ലാം ഇതിലൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ബെഡ്. ഓക്കെ, ഇത് 3 വെച്ചു. ഇനി അടിയത്തെ ബ്ലോക്ക് ഒഴിച്ച് അതിൻ്റെ അവിടെയും 3 ബെഡ് വെക്കണം.
ഓക്കെ, അതും പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി എവിടെയും കൂടി 3 ബെഡ് വെച്ചാൽ ഫസ്റ്റത്തെ പരിപാടി കഴിയും. ഇനി ഇവിടെ ഒരു 3 ബ്ലോക്ക് വീതിയിലും 3 ബ്ലോക്ക് നീളത്തിലൊരു കുഴി എടുക്കണം. അതെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴ്ച 2 ബ്ലോക്കും കൂടി കൂട്ടണം. 2 ബ്ലോക്ക് മതി കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കണം. അതിന് മുമ്പ് ഈ കുഴിയും കൂടി നിൽക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്രെയിം. ഇനി നമ്മൾ ഇതിലേക്കാണ് വില്ലേജർമാരെ പിടിച്ചിടുന്നത്. അപ്പോൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.